നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നതുവഴി പിതാവ് മഹത്വപ്പെടുന്നു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം രൂപം നൽകിയ മനുഷ്യാത്മാക്കളെ തന്നോട് ചേർത്തു നിർത്തുന്നതിനായി ദൈവം പരികൽപ്പന ചെയ്ത സ്നേഹക്കൂദാശയാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും പിറവികൊണ്ട മനുഷ്യാത്മാക്കളെ അവർക്കുമേലുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തോളം സ്നേഹത്തിൽ വളർത്തുവാനുതകുന്ന ദൈവിക രഹസ്യമാണ് വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യത്തിലൂടെ ദൈവവുമായി ഐക്യം സ്ഥാപിക്കുന്ന ഓരോരുത്തരിലും അവിടുന്ന് അനന്തമായി അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർഡ് പറയുന്നു, ഈശോ നമുക്കായി ഒരുക്കിയത് ഒരു ദിവ്യകാരുണ്യ അപ്പം മാത്രമല്ല, നമ്മുടെ ജീവിതാന്ത്യം വരെയുള്ള എല്ലാ ദിവസത്തേക്കുമായി ഈ ദിവ്യഭോജ്യം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എക്കാലവും മനുഷ്യമക്കളോടൊപ്പം വസിക്കുവാനായി സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങിയ ദൈവപുത്രൻ തൻ്റെ സാന്നിധ്യം മനുഷ്യഹൃദയങ്ങളിൽ ഉറപ്പാക്കുന്നതിനായി സ്ഥാപിച്ച സ്നേഹക്കൂദാശയാണ് വിശുദ്ധ കുർബാന. വചനം പറയുന്നു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവകരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുന്ന ആത്മാക്കൾക്ക് തൻ്റെ സാന്നിധ്യം കൂടാതെയുള്ള ജീവിതം ദുഷ്കരമാണെന്ന് അറിയുന്ന ദൈവം അവൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഇടപെടുവാൻ സദാ സന്നദ്ധനാണ്. ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് ജീവിക്കുക വഴിയായി സന്തോഷത്തിലും സ്നേഹത്തിലും പൂർണ്ണമായ ഒരു ജീവിതം അവിടുന്ന് അവർക്ക് ഉറപ്പു നൽകുന്നു. ഒരിക്കലൊരു നഴ്സസിൻ്റെ ധ്യാനത്തിനൊടുവിൽ ഒരു പെൺകുട്ടി, എല്ലാ പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ഇവാലുവേഷൻ വെറുതെ വായിച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി എഴുതി, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ക്രിസ്ത്യാനിയായി ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാമായിരുന്നല്ലോ. പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ ആ മനോഹാരിത, ദിവ്യകാരുണ്യത്തിന് വേണ്ടിയുള്ള ദാഹം എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് പലപ്പോഴും ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ സിന്ധു, അവരൊരു തമിഴ് ബ്രാഹ്മീൺ ഫാമിലിയിൽ നിന്ന് വന്ന് ഈശോയെ ഒരുപാട് സ്നേഹിച്ച് എപ്പോഴും സിന്ധു ചേച്ചി പറയുമായിരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ഈശോ ഇറങ്ങി വരുന്നു. ഹോസ്റ്റലിലൊക്കെ പഠിക്കുമ്പോൾ തൻ്റെ ഏതെങ്കിലും കൂട്ടുകാരികൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച് വരുമ്പോൾ അവർക്കൊരു ഈശോ ഷെയ്ക്കൻഡ് കൊടുക്കാനും അവരിൽ നിന്ന് ഒരു ഈശോ കിസ് സ്വീകരിക്കാനും ഒക്കെ തയ്യാറായിരുന്ന ഒരു കഥ സിന്ധു ചേച്ചി പറയുമായിരുന്നു. പലപ്പോഴും മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഒക്കെ വലിയ ദാഹത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാനാവാത്ത വേദനയോടെ തന്നെ വിശുദ്ധ ബലിയർപ്പിച്ചിരുന്ന ഒരു കാലം. അങ്ങനെ ആദ്യമായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ഇടവരുന്നത് ഒരു 2000 ജൂലൈ 3-നാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയോട് ഹൃദയത്തിൻ്റെ വേദനകളും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ പങ്കുവെച്ച് അലിഞ്ഞില്ലാതായ മണിക്കൂറുകളുണ്ട്.
വിശുദ്ധ പാദ്രേ പിയോ പറയുന്ന ഒരു മനോഹരമായ വാചകം മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലെ സകല സുഖങ്ങളും അനുഭവിച്ച് 1000 വർഷം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എനിക്ക് വലുത് 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ ഈ ഒരു വാക്യത്തിൻ്റെ മനോഹാരിത ഞാൻ ഓർക്കുന്നു. ബാംഗ്ലൂരിൽ 2004 ഒരു 1 മന്ത് സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് സെൻറ്റ് മാർക്ക് സ്ട്രീറ്റിലുള്ള ഒരു ആശീർവാദം എന്ന് പറയുന്നൊരു ഭവനത്തിലായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് സിസ്റ്റർ ഡിസൈപ്പിൾസ് എന്ന് പറയുന്നൊരു കോൺഗ്രിഗേഷൻ്റെ കഴിഞ്ഞ് 25-27 വർഷമായിട്ട് മുടങ്ങാത്തൊരു നിത്യാരാധന ചാപ്പൽ കണ്ടെത്തുകയും അവിടെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ചെയ്തു. അണമുറിയാത്ത ദിവ്യകാരുണ്യ ആരാധന. ബാംഗ്ലൂരൊക്കെ പോലെ യുവജനങ്ങളൊക്കെ പല രീതിയിലും ഡീവിയേറ്റഡ് ആവുന്നൊരു സ്ഥലത്തും അനേക ചെറുപ്പക്കാർ അച്ചടക്കത്തോടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് മനോഹരമായൊരു കാഴ്ചയായിരുന്നു. അത്തരത്തിൽ പല അനുഭവങ്ങൾ ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്നിരിക്കുന്ന യുവത്വത്തെ കണ്ടുമുട്ടാനും അവരിൽ ഒരാളായി മാറാനും ഈശോ അനുവദിച്ച അനുഭവങ്ങൾ ഒരുപാടുണ്ട്. വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ പറയുന്നു, ദിവ്യകാരുണ്യ ആരാധന ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം ദിവ്യകാരുണ്യം ദൈവം തന്നെയാണ്. അത് നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. എന്തെന്നാൽ കൃപയുടെ ഉടയവനായ ദൈവമാണ് അവിടെ നമുക്കൊപ്പമായിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഏവർക്കും ജീവൻ പ്രദാനം ചെയ്യുന്ന ജീവൻ്റെ അപ്പമാണ് ദിവ്യകാരുണ്യം. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുന്ന ദൈവസ്നേഹത്തിൻ്റെ പരമമായ ഉറവിടം ഈ ദിവ്യഭോജ്യമാണ്. തൻ്റെ ശരീരത്തിലൂടെയും രക്തത്തിലൂടെയും മനുഷ്യാത്മാക്കളെ സ്വർഗത്തിൻ്റെ സമ്പന്നതയിലേക്ക് ഉയർത്തുന്ന ഈശോനാഥൻ ഓരോ ഹൃദയങ്ങളിലും വസിച്ചുകൊണ്ട് തൻ്റെ അനന്ത സ്നേഹം ലോകത്തിൽ നിറയ്ക്കുന്നു. ഈ യാഥാർത്ഥ്യം ഹൃദയം കൊണ്ട് ഗ്രഹിക്കുന്ന ഓരോ ജീവിതങ്ങളും ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി മാറുന്നു. കുറച്ച് നാളുകൾ ലാറ്റിൻ അമേരിക്കയിൽ മഞ്ഞ് തണുപ്പും നിറഞ്ഞ ഒരു രാജ്യത്ത് ജീവിച്ചിരുന്നു. 2012 മുതൽ 2014 വരെയുള്ള കാലഘട്ടം. വളരെ ചാലഞ്ചിങ് ആയ ചില ദിവ്യകാരുണ്യ ഓർമ്മകൾ. ശലോമൊക്കെയായി ബന്ധപ്പെട്ട് ടൊറൻറ്റോയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജേഷ് ചേട്ടൻ, എല്ലാ ജോലിയും കഴിഞ്ഞ് മക്കളെയൊക്കെ ഉറക്കി രാജേഷ് ചേട്ടൻ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയും രാത്രി ഒരു 10:30 ആകുമ്പോൾ ഞാനും രാജേഷ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഒരു 10-40 കിലോമീറ്റർ ദൂരമെങ്കിലും അപ്പുറമുള്ള 24 മണിക്കൂർ ആരാധനാലയത്തിലേക്ക് രാത്രി പോവുകയും അതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു ലോക്കുണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം ഡോറ് തുറക്കും. രാത്രി ഒരു 12 മണി, ചിലപ്പോൾ 12:30 വരെയൊക്കെ ഇരുന്ന് ഈ തണുപ്പിൽ, അതുപോലെ അതിഭൗതികതാവാദത്തിലൊക്കെ ഒരു രാജ്യം മുങ്ങിക്കിടക്കുന്നിടത്ത് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലിരുന്ന് ഉറക്കം മാറ്റിവെച്ച് പ്രാർത്ഥിച്ചിരുന്ന കുറേ രാത്രികൾ. മറ്റൊരു സ്നേഹിതനെ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു യുവ എൻജിനീയറാണ്. കാനഡയിലെത്തി 1 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ സുഹൃത്തിനോട് ആരോ ചോദിച്ചു, കാനഡയിലെ ഏറ്റവും മനോഹരമായ അനുഭവം എന്താണ്, ഈ 1 വർഷം ഏറ്റവും സന്തോഷം തന്നത്? ഒരു കൂടിയ ശമ്പളമാണോ, അല്ലെങ്കിൽ മനോഹരമായ രാജ്യം, നയാഗ്ര വാട്ടർഫോൾസ് കണ്ടതാണോ? അതിന് ഈ സുഹൃത്തിൻ്റെ മറുപടി, കഴിഞ്ഞ 1 വർഷം 1 ദിവസം പോലും എൻ്റെ വിശുദ്ധ കുർബാന എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്നായിരുന്നു. കാനഡ പോലെ ഒരു രാജ്യത്ത് സ്നോഫോളും മറ്റ് കാലാവസ്ഥ നിരന്തരം ശല്യം ചെയ്യുന്ന ഒരു രാജ്യത്ത് ഒരു ന്യൂ എമിഗ്രൻറ്റിന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുക എന്നുള്ള അസാധ്യമാണ്. പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യുന്ന സമയത്ത് തണുത്ത ശീതക്കാറ്റും മുട്ടോളം മഞ്ഞും അതിനെയൊക്കെ അതിജീവിച്ച് ബലിയർപ്പിക്കാനായി പോയ അനുഭവങ്ങൾ പരസ്പരം പങ്കിട്ട് ഒരൊറ്റ ദിവസം പോലും വിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ആ 2 വർഷങ്ങളിൽ പരിശ്രമിച്ചത് വളരെ മനോഹരമായ ചില ഓർമ്മകളാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രാർത്ഥന. സ്നേഹത്തിൻ്റെ തടവുകാരനായ ഈശോയെ, അങ്ങയുടെ അനന്ത സ്നേഹത്തെക്കുറിച്ചും എനിക്കു വേണ്ടി
അങ്ങ് സ്വയം ശൂന്യനായതിനെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ നിശ്ചലമാകുന്നു. എൻ്റെ ദുഃഖദുരിതങ്ങൾ അകറ്റുവാനായി മനുഷ്യഭാവനയ്ക്കതീതമായ അങ്ങയുടെ ദൈവീക പ്രഭാവത്തെ മറച്ചുവെച്ചുകൊണ്ട് മനുഷ്യനോളം താഴുവാൻ അങ്ങ് തിരുമനസ്സായി. മഹത്വത്തിൻ്റെ രാജാവേ, എൻ്റെ ആത്മാവിൻ്റെ മൂടുപടം നീക്കുവാനായി അങ്ങയുടെ സൗന്ദര്യത്തെ അങ്ങ് അവഗണിച്ചുവല്ലോ. സ്വർഗത്തിൽ സകല മാലാഖമാരും സ്വർഗീയ ശക്തികളും സദാ അങ്ങയെ ആരാധിക്കുന്നത് ഞാൻ ഉൾക്കണ്ണുകൊണ്ട് ദർശിക്കുന്നു. സ്വർഗീയ വിരുന്നൊരുക്കി നമുക്കായി കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ വിസ്മരിച്ചുകൊണ്ട് ആ സ്നേഹവലയത്തിൽ നിന്നും അകന്നു പോകുവാൻ ഇടയായ നിമിഷങ്ങളോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവകളായി മാറി ഈ ലോകത്തിൽ സുവിശേഷ പ്രഭ പരത്തുവാൻ നിയോഗിക്കപ്പെട്ടിട്ടും ഈ ലോകത്തിൻ്റേതായി ജീവിച്ച ദിനങ്ങളോർത്ത് ദിവ്യകാരുണ്യനാഥനോട് മാപ്പപേക്ഷിക്കാം. അനന്തമായ സൗഭാഗ്യങ്ങളും നിത്യജീവനും ഉറപ്പു നൽകുന്ന ദൈവത്തിൻ്റെ മഹത്തായ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം.
ഓർക്കുക, എൻ്റെ ഇടവക പള്ളിയിൽ വികാരിയച്ഛൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും അവിടെ നിശ്ചയമായും ഈശോയായി രൂപാന്തരപ്പെടുന്ന അപ്പവും വീഞ്ഞും നൂറ്റാണ്ടുകളായി സഭയിൽ ദൈവം പ്രവർത്തിക്കുന്ന വലിയ ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ കേന്ദ്രവും ജീവൻ്റെ ഉറവിടവും അതുതന്നെയാണ്. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഈ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി അത്ഭുതം നടന്ന വർഷത്തിനും 217 വർഷങ്ങൾ പിന്നിലേക്ക് പോയി 1226 നടന്ന സംഭവങ്ങളെക്കുറിച്ച് കുറച്ചറിയേണ്ടിയിരിക്കുന്നു. യൂറോപ്പിന്റെ ഭൂരിഭാഗവും ഫ്രാൻസിന്റെ തെക്കൻ പ്രദേശത്തുള്ള ആൽബി എന്ന നഗരത്തിൽ രൂപം കൊണ്ട ആൽബിജൻസിയൻ പാഷണ്ഡതയുടെ പിടിയിലമർന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ പാഷണ്ഡത അതിവേഗം പടർന്നു പിടിച്ചു. എങ്കിലും 11-ാം നൂറ്റാണ്ടിൽ സഭയ്ക്ക് ഇതിനെ ഫലപ്രദമായി നേരിടുവാൻ സാധിച്ചു. അതിനുശേഷവും അതിന്റെ കളകൾ അങ്ങിങ്ങായി മുളച്ചു വന്നിരുന്നു. കൂദാശകളെയെല്ലാം അർത്ഥശൂന്യമെന്ന് വിശേഷിപ്പിച്ച് അവയെ നിരുപാധികം നിഷേധിച്ചിരുന്ന ആൽബിജൻസിയൻ പാഷണ്ഡതയെ നേരിടുന്നതിനു വേണ്ടിയാണ് ലൂയി 8-ാമൻ രാജാവ് ഈ ദേവാലയം പണികഴിപ്പിച്ചത്. ദിവ്യകാരുണ്യ ആരാധനയ്ക്കു വേണ്ടിയുള്ള ഈ ദേവാലയം നിർമ്മിക്കുന്നതിലൂടെ കൂദാശകൾക്കെതിരെയുള്ള ആക്രമണം ഫലപ്രദമായി നേരിടാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ധാരാളം പേർ ഇവിടെ വന്ന് ഈശോയെ ആരാധിക്കുന്നതിന് ഇത് കാരണമായി. ഇന്ന് അമേരിക്കയിലും റോമിലും പല ദേവാലയങ്ങളിലും നിത്യാരാധനകൾ നടക്കുന്നതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ഫലപ്രദമായി സഭയ്ക്കെതിരെയുള്ള വെല്ലുവിളികളെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ. ആൽബിജൻസിയൻ പാഷണ്ഡത ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞുപോയ ഒന്നല്ല. ക്രിസ്തീയതയും പേഗണിസവും തമ്മിൽ ഒന്നുചേർന്നാണ് ഈ പാഷണ്ഡത രൂപപ്പെട്ടത്. കൂദാശകളെ ഓരോന്നായി തള്ളി പറയുന്നതിന് ഇത് ജനങ്ങളെ പ്രേരിപ്പിച്ചു. ആത്മഹത്യ സാധാരണ സംഭവമായി മാറി. കാരണം വിജാതിയർക്കുണ്ടായിരുന്ന മാമോദീസയുമായി സാമ്യമുള്ള ഒരു ആരാധനാ രീതിയുടെ പരിണിത ഫലമായിരുന്നു അത്. അങ്ങനെ കൂദാശകളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനാവാതെ വിശ്വാസികൾ കുഴങ്ങി. അതിന്റെ ഫലമായി കൂദാശകൾ തികച്ചും വിജാതീയമെന്ന മുദ്ര കുത്തപ്പെട്ട് ഒഴിവാക്കപ്പെടേണ്ട ഒന്നായി മാറി. ഇതായിരുന്നു ആൽബിജൻസിയൻ പാഷണ്ഡതയുടെ സ്വാധീനം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുന്നത് തികച്ചും ഒരു വെല്ലുവിളിയായിരുന്നു. 1430കളിൽ കൂദാശകളെക്കുറിച്ചുള്ള യഥാർത്ഥ പഠനങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ഒരു പരിധിവരെ ഈ പാഷണ്ഡത കെട്ടടങ്ങി. എങ്കിലും സഭയിൽ വിഭജനങ്ങളും ഭിന്നതകളും ഉയർന്നു വന്നു. പ്രൊട്ടസ്റ്റന്റ് നവീകരണം 16-ാം നൂറ്റാണ്ടിൽ സഭയുടെ മുഖത്തിന് മങ്ങലേൽപ്പിച്ചപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കൂദാശകളെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങളുമായിരുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് ഇവിടെ ശ്രദ്ധേയമായ വസ്തുതയാണ്. ഫ്രാൻസിലെ ചില പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നത് സാധാരണമായിരുന്നെങ്കിലും അതിന് വിപരീതമായി 1433-ൽ അവിഞ്ഞോണിൽ വലിയൊരു വെള്ളപ്പൊക്കമുണ്ടായി. സകല സ്ഥലങ്ങളും ജലത്താൽ മൂടപ്പെട്ടു. എല്ലാവരും ദിവ്യകാരുണ്യ സവിധത്തിലേക്കാണ് രക്ഷയ്ക്കായി എത്തിയത്. ചാപ്പലിന് ചുറ്റും വെള്ളമായിരുന്നതിനാൽ ബോട്ടിൽ ഒരു ദിവസം 2 ദിവ്യകാരുണ്യ ഭക്തർ ചാപ്പലിലെത്തി. അവിടെ അവർ വലിയൊരു അത്ഭുതം ദർശിച്ചു. ചെങ്കടൽ വിഭജിച്ചതുപോലെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ജലഭിത്തികൾ രൂപപ്പെട്ടിരിക്കുന്നു.
വെള്ളം അവിടുത്തെ മുൻപിൽ ബഹുമാനത്തോടെ അകന്നു നിൽക്കുന്നതുപോലെ. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. രണ്ടുപേരെ കൂടി വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഉണങ്ങിയ നിലത്തുകൂടി ദിവ്യകാരുണ്യനാഥന്റെ അടുത്തെത്തി തിരുവോസ്തിയെ വണങ്ങുവാൻ അവർക്ക് സാധിച്ചു. അതിനുശേഷം എല്ലാ വർഷവും ഈ സംഭവങ്ങൾ അവിഞ്ഞോണിൽ നാടകരൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അവിടുന്ന് വീണ്ടും തന്റെ വാഗ്ദാനം പാലിച്ചതിന്റെ അടയാളമായിരുന്നു ഇത്. ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും കാറ്റിനെയും കടലിനെയും ശാന്തനാക്കിയവൻ നമ്മോട് കൂടെയുണ്ടാവും. അവിടുന്ന് നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. 550 വർഷങ്ങൾക്ക് മുൻപ് ഈ ചാപ്പലിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ദിവ്യകാരുണ്യനാഥന്റെ സജീവ സാന്നിധ്യമുള്ള തിരുവോസ്തി വലിയ ജലപ്രളയമുണ്ടായപ്പോൾ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെടുകയുണ്ടായി. ദിവ്യകാരുണ്യത്തിൽ നിന്നകന്ന് വലിയ ഒരു പർവ്വതം പോലെ ജലം മാറി നിന്നത് ഇവിടെ വച്ചാണ്. ഗലീലി കടലിൽ വച്ച് ശിഷ്യന്മാരും യേശുവും സഞ്ചരിച്ചിരുന്ന വള്ളത്തിനു മുകളിലേക്ക് തിരമാലകൾ ഉയർന്നു പൊങ്ങി. ഉറക്കത്തിലായിരുന്ന ഗുരുവിനെ വിളിച്ചുണർത്തി അവർ പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അവിടുന്ന് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം? ഇതുതന്നെയാണ് അവിഞ്ഞോണിൽ നടന്ന അത്ഭുതത്തിലും സംഭവിച്ചത്. അവിടുന്ന് തന്റെ മുറിവേറ്റ കരങ്ങൾ ഉയർത്തി ജലപ്രളയത്തോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. എന്റെ ഭവനത്തിനു നേരെ ആഞ്ഞടിക്കാൻ ആരാണ് നിന്നെ അവകാശപ്പെടുത്തിയത്? ശിഷ്യന്മാർക്ക് സാധിച്ചതുപോലെ നാമും ദൈവത്തിന്റെ ശക്തി ദർശിച്ചിരിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലെത്തിയാൽ അവിടുന്ന് വീണ്ടും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ദൈവപുത്രനായ യേശുവിനെ പൂർണ്ണ ശക്തിയോടെ നാം ആരാധിക്കണം. നമ്മുടെ ജീവിതത്തിലും അവിടുന്ന് അത്ഭുതങ്ങൾ കരുതി വച്ചിട്ടുണ്ട്. അവിടുന്ന് മാത്രമാണ് നമ്മുടെ സ്തുതികൾക്ക് അർഹനായവൻ. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ അവിടുന്ന് നമുക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് നമ്മെ അതിഗാഠമായി സ്നേഹിക്കുന്നു. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമായ രീതിയിൽ അവിടുന്ന് നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്നു. മദർ തെരേസയുടെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നുവെങ്കിൽ ജനങ്ങൾക്ക് നമ്മുടെ നാഥന്റെ കാരുണ്യവും സ്നേഹവും മതിയാവോളം ആസ്വദിക്കുവാൻ സാധിക്കും എന്നാണ് മദർ പറയുന്നത്. എല്ലാ ദിവസവും കുറച്ചു സമയം ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ചിലവഴിക്കുവാൻ സാധിക്കുന്നവർക്ക് അവിടുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുവാൻ സന്നദ്ധനാണ്. സുവിശേഷത്തിൽ ലാസറിന്റെ സഹോദരി മറിയത്തെ നാം കാണുന്നുണ്ട്. നാഥന്റെ പാദത്തിങ്കൽ സമയം ചെലവഴിക്കുവാൻ ശ്രദ്ധിച്ച അവളെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് ഇപ്രകാരമാണ്: മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. വളരെയേറെ സമയം ദിവ്യകാരുണ്യ സൗധത്തിൽ പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധ ജോൺ വിയാനിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അങ്ങെന്താണ് അവിടെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുത്തെ നോക്കിയിരിക്കും, അവിടുന്ന് എന്നെയും. ദൈവത്തിന്റെ സന്നിധിയിൽ അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷ നന്നായി മനസ്സിലാകും. ദൈവസാന്നിധ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ സാധിക്കുന്ന മാറ്റത്തെക്കുറിച്ച് ആർക്കാണ് വിവരിക്കാൻ സാധിക്കുക? മോശ സീനായി മലയിൽ വച്ച് ദൈവസാന്നിധ്യത്തിലായിരുന്നപ്പോൾ അവന്റെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിച്ചു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. 1000 സൂര്യനേക്കാൾ ശോഭയുള്ള അവിടുത്തെ സന്നിധിയിൽ വെറുതെയെങ്കിലും അല്പസമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പല ഇരുളടഞ്ഞ മേഖലകളും പ്രകാശിതമാകും എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളും അവിടുത്തേക്ക് മനസ്സിലാകും. അവിടുന്ന് നമുക്ക് ദുഃഖങ്ങളിൽ ആശ്വാസം നൽകുകയും നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുകയും ചെയ്യും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളെ ദിവ്യകാരുണ്യനാഥന്റെ സവിധത്തിലേക്ക് ആനയിക്കാനായി ശ്രദ്ധിച്ചിരുന്നു. പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ളവരെ അവൾ ഈശോയോടുള്ള സ്നേഹത്തിൽ വളർത്തും. വിശുദ്ധ കാതറിൻ ലെബോൺ പരിശുദ്ധ അമ്മയെ നേരിട്ട് സ്പർശിക്കുന്നതിന് ഭാഗ്യം ലഭിച്ച ഒരു വിശുദ്ധയാണ്. അവളുടെ ജീവിതത്തിൽ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഗാഢമായ ഐക്യത്തിന്റെ തുടക്കം? അത് തികച്ചും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നിന്നാണ്. അവിടുത്തെ സജീവ സാന്നിധ്യത്തിൽ കഴിയുവാനുള്ള അവളുടെ ആഗ്രഹത്തിൽ നിന്നാണ് വിശുദ്ധ കാതറിൻ പലപ്പോഴും പരിശുദ്ധ അമ്മയോടും
മാലാഖമാരോടുമൊപ്പമാണ് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ സമയം ചിലവഴിച്ചത്. കാതറിന്റെ ജീവിതത്തിലെ ദൈവാനുഭവത്തിന്റെ വിവിധ മേഖലകളാണ് ചാപ്പലിലെ ചില ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ വിശ്വാസികളെ മാടി വിളിക്കുമ്പോഴെല്ലാം യേശു സ്നേഹമാർന്ന നയനങ്ങളോടെ ആ ആത്മാക്കളെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴെല്ലാം മുഴങ്ങിക്കേൾക്കുന്ന ഒരു സ്വരമിതാണ്: അവൻ പറയുന്നതുപോലെ ചെയ്യുവിൻ. യേശുവിനെ കൂടുതൽ അടുത്തറിയുന്നതിന് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം അമ്മ നമുക്ക് വ്യക്തമാക്കി തരും. ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ അവിടുന്ന് തന്നെ സ്നേഹിക്കുന്നവരെ കാത്തിരിക്കുകയാണ്. സങ്കീർത്തകനോടൊത്ത് നമുക്കും ഉദ്ഘോഷിക്കാം: ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിഗാഢമായ ഒരു ബന്ധം നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. ഇത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതം മാത്രമല്ല, മറിച്ച് ധാരാളം സന്ദേശങ്ങൾ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ അവിടുന്ന് മോചിപ്പിച്ചു. അവർക്ക് വേണ്ടി അവിടുന്ന് ചെങ്കടലിനെ വിഭജിച്ചു. വിശ്വസിക്കാത്തവർ അപകടത്തിൽപ്പെട്ടു. യഥാർത്ഥ വിശ്വാസം പ്രചരിപ്പിക്കാനും തെറ്റായത് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കടമയുണ്ട്. പരിശുദ്ധ കുർബാന നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി അവിടുന്ന് സ്ഥാപിച്ചതാണ്. ദിവ്യകാരുണ്യനാഥനുമായുള്ള ഗാഢമായ ബന്ധത്തിൽ നിന്നാണ് പാപബോധവും പശ്ചാത്താപവും ജനിക്കുന്നത്. ഒന്ന് കുമ്പസാരിക്കണം എന്നു പലർക്കും തോന്നുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോഴാണ്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ എല്ലാവരുടെയും വിശ്വാസം വർദ്ധിക്കുന്നു. പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദിവ്യനാഥനെ യോഗ്യതയോടെ സ്വീകരിക്കണമെന്ന അതിയായ ആഗ്രഹം എല്ലാവരിലും ജനിക്കുന്നു. ഇന്നും ജീവിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുന്ന് മനുഷ്യഹൃദയങ്ങളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക്. അവിടുത്തെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യമുള്ളവരാകുമ്പോൾ വിശുദ്ധരായി ജീവിച്ച് അവിടുത്തോടൊത്തായിരിക്കുവാനുള്ള ആഗ്രഹം നമ്മിൽ സ്വാഭാവികമായും ജനിക്കും. അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ കുറവുകളെക്കുറിച്ച് നാം കൂടുതൽ ബോധ്യമുള്ളവരാകും. പ്രകാശത്തോട് കൂടുതൽ അടുക്കുമ്പോൾ നമ്മിലെ മാലിന്യങ്ങൾ കൂടുതൽ നമുക്ക് വ്യക്തമാകും. അവിടുന്ന് നമ്മിൽ നിറയ്ക്കുന്നത് അഹങ്കാരമല്ല, എളിമയാണ്. ദിവ്യകാരുണ്യനാഥന്റെ പരിശുദ്ധിക്ക് മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത നമുക്കില്ലെന്നുള്ള തിരിച്ചറിവ്. പരിശുദ്ധ കുർബാന ദൈവം നമ്മോടുകൂടെയുള്ളതിന്റെ ഉത്തമമായ തെളിവാണ് ദൃശ്യമായ അവിടുത്തെ സാന്നിധ്യം. ഒരു പ്രധാന വ്യക്തി നമ്മുടെ അടുത്ത് വരുമ്പോൾ കാണിക്കുന്നതിനേക്കാൾ എത്ര മടങ്ങ് ബഹുമാനവും സ്നേഹവും ഒരുക്കവും നമുക്കുണ്ടാവണം. സർവശക്തനായ ദൈവം നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ ചാപ്പലിൽ നിന്ന് വളരെ പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥനകൾ ഉയരട്ടെ. അടിമത്തത്തിന്റെ നുകമെടുത്തു മാറ്റുന്ന അവിടുത്തെ സാന്നിധ്യത്തിനു മുൻപിലേക്ക് നിർഭാഗ്യരായ ആ ആത്മാക്കളെ സമർപ്പിക്കുന്നതിന്റെ അടയാളമായിട്ടാണിത്. അബോർഷൻ നടത്തിയ സ്ത്രീകൾക്കു വേണ്ടിയും ഇവിടെ നിന്നും പ്രാർത്ഥനകൾ ഉയരുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെയും അയൽക്കാരെയും അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും മോചിപ്പിക്കണമേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരെ നമുക്കോർക്കാം. ദൈവം അവർക്കുവേണ്ടി എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ദുർബലരായ ഞങ്ങൾക്ക് മുന്നിൽ അടയാളങ്ങളിലൂടെ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ തിരുമനസ്സാകുന്ന അങ്ങയുടെ അനന്ത കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദിവ്യസ്നേഹം തിരിച്ചറിയുവാനും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും അതുവഴി ലോകത്തിന് വെളിച്ചമായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.